ഹലോ ഹലോ ഫാസിലാണോ? ഞാൻ അമ്മാവനാടാ. അമ്മാവനാ? എന്താ അമ്മാവാ? നീ ഇപ്പം എവിടെ ഉണ്ട്? ഞാൻ ഒരാവശ്യത്തിന് വേണ്ടി ഒരു ബന്ധുവീട് വരെ പോവുകയാണ്. എന്താണ്? അതെയോ? നിന്റെ ഒരു ഏട്ടല്ലേടാ സ്ഥലക്കച്ചവടക്കാരുടെ ഒരു ബ്രോക്കർ? നൗഫൽക്കാ. അവന്റെ ഫോൺ നമ്പർ ഉണ്ടാ? നമ്പർ ഉണ്ടല്ല. എന്താ കാര്യം? അല്ലേ, അതൊരു സ്ഥലക്കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. അത് ശരി. ഏത് സ്ഥലം? നമ്മുടെ മറ്റേ വായനശാലയുടെ അടുത്തേ ഒരു 12 സെന്റ് സ്ഥലമില്ലേ, ഒരു 3 കടമുറിയൊക്കെ ആയിട്ട്. അത് വിൽക്കാൻ പോണേണാ? അതിന്റെ തൊട്ടടുത്ത് എൻ്റെ ഒരു സുഹൃത്തിന്റെ ഒരു സ്ഥലമുണ്ട്, അത് കച്ചവടം ചെയ്യാനാ. അല്ലടാ, അത് വേറെ കച്ചവടത്തിനാണ്. അപ്പൊ കമ്മീഷൻ എന്തെങ്കിലും നമ്മുടെ ആൾക്ക് കിട്ടിക്കോട്ടെ വെച്ചിട്ടാ. നമ്പർ ഞാൻ പറഞ്ഞുതരാം, എഴുതിയെടുക്കാൻ നോക്കുവോ അമ്മാവന്? പറഞ്ഞോ. 98 455 66 155. 155 55. പിന്നെ പുള്ളി വിളിച്ചിട്ട് എടുത്തില്ലെങ്കിലേ ആ ജംഗ്ഷനിലുള്ള ദിയ ബേക്കറിയില്ലേ, അവിടെ ഇരിപ്പുണ്ടാവും. അമ്മാവൻ ചെന്ന് കണ്ടാ മതി കേട്ടാ. ഞാൻ കണ്ടോളാം, ഞാൻ വിളിച്ചോളാം. ശരി. ഓക്കെ. കനക ഇവിടെ ഉണ്ടായിരുന്നാ? ഒന്ന് വന്നേ. അതെ, ഒരു ചെറിയ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അഴകേശനമ്മാവനില്ലേ, 2 ദിവസം മുമ്പ് എന്നെ വിളിച്ചിരുന്നു. എന്റെ ചേട്ടനുണ്ടല്ലേ നൗഫലിക്ക, പുള്ളി സ്ഥലക്കച്ചവടമൊക്കെ ആയിട്ട് നടക്കുകയല്ലേ. അപ്പോൾ പുള്ളിയുടെ നമ്പർ വേണമെന്നും പറഞ്ഞിട്ടാണ് അമ്മാവൻ വിളിച്ചത്. ഞാൻ നമ്പർ കൊടുക്കുകയും ചെയ്ത്. അല്ല, പുള്ളി മറ്റേ സ്ഥലക്കച്ചവടമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. അതിനെന്താണ്? സ്ഥലം കച്ചവടം ചെയ്തോട്ടെ, എന്താ പ്രശ്നം? അല്ല കനക, നമ്മുടെ മറ്റേ വായനശാല മുക്കില്ലേ, അവിടെ ഉള്ള ഒരു 12 സെന്റ് സ്ഥലമില്ലേ അമ്മാവന്റെ, 2 കടമുറി ഉള്ളത്. ആ സ്ഥലത്തിന്റെ കാര്യമാണ് പറയണ. ആ സ്ഥലോ? അല്ല, അത് അമ്മാവൻ എനിക്ക് തരാന്ന് പറഞ്ഞ സ്ഥലമാണല്ലോ. ആ സ്ഥലം വിൽക്കണ കാര്യമാണ് ഇവര് സംസാരിക്കണം. ആ സ്ഥലം കൊടുക്കാൻ പോണോ? ഇന്ന് നൗഫലിക്കായിട്ട് അമ്മാവൻ വീട്ടിൽ വന്നിരുന്ന് സംസാരിക്കണ ഞാൻ കേട്ടതാണ്. എന്തോ അഡ്വാൻസ് വരെ എത്തിയിട്ടുണ്ട്. കമ്മീഷന്റെ കാര്യമൊക്കെ പറയണ്ടായി. ആണോ? നമ്മുടെ കോട്ടയത്തുള്ള ഒരു വക്കീലുണ്ടല്ലോ, മറ്റേ ജാനമ്മ ഡേവിഡ്, അവരായിട്ടാണ് സ്ഥലം എടുക്കണത്. അതെന്താ അമ്മാവൻ അങ്ങനെ പറയാണ്ട് ചെയ്തത്? അതല്ലേ കനക, കേട്ടപ്പോ തന്നെ ഞാൻ ഇത്ര ഗൗരവമായിട്ട് വന്ന് പറഞ്ഞത്. നീ ഇന്ന് തന്നെ ഒന്ന് ഇടപെട്ട് സംസാരിക്കും, അല്ലെ കൈവിട്ട് പോകട്ടെ. അത് നീ വീട് വെക്കാനാന്നും പറഞ്ഞ് ആഗ്രഹിച്ച് നടക്കണോണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്. എന്നോട് പുള്ളിയുടെ സുഹൃത്തിന് വേണ്ടിയിട്ടൊരു കാര്യത്തിനും ഞാൻ നമ്പർ മേടിച്ചത്. പക്ഷേ ഇയാളുടെ കച്ചവടമാണ് സംസാരിക്കണ കേട്ടത്. ഞാൻ ഔഫൽഖാനോട് നോട്ടിൽ ചോദിക്കുകയും ചെയ്തു. അഡ്വാൻസ് എന്തോ കൊടുത്തെന്ന് എനിക്ക് തോന്നണം. സംസാരം ഉണ്ടായി. നീ ഒന്ന് പെട്ടെന്ന് വിളിച്ചിടപെട്ടില്ലെങ്കിൽ ഇത് കൈവിട്ടു പോവും. ഞാനിത് അറിഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ട് വരെ ചെയ്താൽ പിന്നെ എന്തെങ്കിലും രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തോറ്റ എന്തോ മേടിച്ചു തരും? ഡാഡി തോറ്റ എനിക്ക് എന്തോന്ന് വെച്ചത്? ഞാൻ നിനക്ക് എപ്പോഴും ഐസ്ക്രീം മേടിച്ച് തരണം ഉണ്ടല്ലോ. അതൊന്നും വേണ്ട. നീ ഇപ്പൊ എന്താണ് പുതിയ കടങ്കഥ വല്ലതും ഉണ്ടോ? ഞാൻ ഒരു കടങ്കട കണ്ടുപിടിച്ചിട്ടുണ്ട്. കടങ്കട പറയണം, നേരെ പറയടി. കടങ്കഥ എന്ന് പറയടി. കടം കഥ. എന്തോന്ന്? കടം കടന്ന് ഇവിടെ ഒന്നാമതേ വീട്ടിൽ കടവാ. നീ ഇനി അത് പറയണ്ട, നിന്നെ കൊണ്ട് ഞാൻ ഇമ്പോസ്റ്റ് എഴുതിപ്പിച്ചോളാം. നീ പറഞ്ഞോ. നീ ചോദ്യം ചോദിക്കും. ശരി, കടങ്കട. അതിൻ്റെ അകത്ത് ഒരു താഴെയിരിക്കുന്ന ഫിഷ് പറഞ്ഞു ഐ ആം എ ഫിഷ്. മേലിരിക്കുന്ന മങ്കി എന്തെന്ന് പറയുന്നു? താഴെ ഇരിക്കുന്ന ഫിഷ് പറഞ്ഞു ഐ ആം എ ഫിഷ്. ഇനി ബാക്കി മേളിരിക്കുന്ന മങ്കി. ഡാഡി, ഞാനിപ്പോ അമ്മയെ വിളിക്കും. എന്തിനാ അമ്മയെ വിളിക്കുന്നത്? അമ്മയെ വിളിച്ചാൽ നിന്റെ അമ്മ മങ്കിയാവും. നീ തോറ്റില്ലേടി. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എനിക്ക്. ഇനി അടുത്ത ചോദിച്ചോ. അടുത്തതാണ് കളി. മഞ്ഞെന്ന് പറയേ ചെയ്യല്. മഞ്ഞെന്നുള്ള അക്ഷരല്ല, വാക്ക് അല്ല, കളറേ പറയല്ല. ഞാൻ പറയൂല. ശ്രദ്ധിച്ചോണം. ഇപ്പൊ ഒരു വെള്ളക്കാർ, കറുത്തക്കാർ. ഈ വെള്ളക്കാർ പാഞ്ഞൊന്നി കറുത്ത കാർ തിരിച്ചു. അപ്പൊ ഈ വെള്ളക്കാർ ഏത് കളറാണെന്ന് വെച്ചാ? കറുത്ത കാറില്
എന്തോ കറുത്താണെന്ന് ഞാൻ പറയല്ലെന്ന് പറഞ്ഞില്ലേ? എടി നീ കറുത്ത കാറെന്നല്ലല്ലോ മഞ്ഞ കാറെന്ന് പറയലെന്നല്ലേ പറഞ്ഞത്. ആ അപ്പോൾ ഒന്നേ അപ്പൊ ഇനി ഐസ്ക്രീം വാങ്ങിച്ചോ? അതൊക്കെ ഉണ്ട്. തങ്കം, നമുക്കൊരു ബുദ്ധി പരീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. ഞാനിവളോട് ചോദിച്ചു അവള് തോറ്റിട്ടിരിക്കുക. പിന്നെ നീ ബുദ്ധി ഉപയോഗിച്ചോണം പറയാം. ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാണ്. ഞാൻ ആദ്യമേ ഒരു ഇത് പറയാം. മഞ്ഞ എന്ന് നീ പറയേ ചെയ്യരുത് കേട്ടാ. മഞ്ഞാന്ന് പറയരുത്. ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുകയാണ്. ഒരു വെള്ളക്കാർ ഇങ്ങനെ എറണാകുളത്ത് നിന്ന് വരുന്നു. നേരെ ഇപ്പർ സൈഡ് തിരുവനന്തപുരത്ത് നിന്ന് ഒരു കറുത്ത കാറും വരുന്നു. ഈ വെള്ളക്കാറും ഈ കറുത്ത കാറും കൂടെ ആറ്റിങ്ങിൽ വെച്ച് കൂട്ടിമുട്ടുന്നു. അങ്ങനെയാണെങ്കിൽ വെള്ളക്കാറിൽ ഏത് കാറാണ് ഒന്ന് ഇടിച്ചത്? പറ. കറുത്ത കാറ്. എന്തോ അങ്ങനെ കുന്തം. പറ നീ പറ എന്തോന്ന്. ക്ലീറ്റോ, നാണാവണില്ലേ നിങ്ങക്ക്? 11 വയസ്സുള്ള കൊച്ചിന്റെ കൂടെ ഇരുന്ന് അങ്ങോട്ട് കളിക്കാണ് വെള്ളക്കാരും കറുത്ത കാറ്. ഞാൻ അതുകൊണ്ട് 2ാം ക്ലാസ്സിൽ വെച്ച് കേട്ടിട്ടുണ്ട് കഥ. എന്നിട്ട് പോവാൻ എന്ത് ചെയ്യും? എന്താടാ എടീ, അമ്മാവൻ എനിക്ക് തരാന്ന് പറഞ്ഞ 12 സെന്റ് സ്ഥലമില്ലേ വായനശാലയുടെ അടുത്തുള്ള 2 കടമുറി ഉള്ളത്, അതിപ്പോ അമ്മാവൻ വേറെ ആർക്കോ കൊടുക്കണെന്ന്. ആ നീ എങ്ങനെ അറിഞ്ഞു? വാസിൽ പറഞ്ഞു. വാസിൽ അമ്മാവൻ പറഞ്ഞിട്ടറിഞ്ഞല്ലേ? അമ്മാവന്റെ അല്ലേ സ്ഥലം? വെറുതെ പറഞ്ഞായിരിക്കും. പിന്നെ അമ്മാവൻ അങ്ങനെ കൊടുക്കണ എങ്ങനെയാ? അഡ്വാൻസ് കൊടുത്ത്. അതാര് പറഞ്ഞു? അത് എന്റെ ചേട്ടനല്ലേ, എന്റെ മീഡിയേറ്റർ നൗഫലിക്ക. അതെന്ത് മര്യാദകേട് അമ്മാവനാ കാണിച്ചത്? അങ്ങനെ ചെയ്യാൻ പാടുവോ? അതന്നെ ഞാനും പറയണത്. അമ്മാവൻ എനിക്ക് തരാന്ന് പറഞ്ഞല്ലേ. പിന്നെ നീ ഫോൺ ചെയ്തിട്ട് എന്ത് പരിപാടി കാണിക്കണെന്ന് ചോദിക്കാൻ അഡ്വാൻസ് അങ്ങ് തിരിച്ചു കൊടുക്കാൻ പറ. ഫോൺ ചെയ്ത് പറഞ്ഞാലൊക്കെ ഇപ്പൊ അമ്മാവൻ സമ്മതിക്കുവോ? എനിക്ക് തോന്നുന്നില്ല. സമ്മതിക്കൂലേ? ഒരു കാര്യം ചെയ്യടാ, അമ്മാവനും മരുമക്കളും തമ്മിലുള്ള ബന്ധം അങ്ങ് തീരും. മര്യാദക്ക് അത് തിരിച്ചു കൊടുക്കാൻ പറ. ഞാൻ പറഞ്ഞ പോലെ വേഗം ചെയ്യട്ടാ, അല്ലെങ്കിൽ നീ കുഴപ്പത്തിലാവും. നീ വെറുതെ ആ പൊട്ടി പറയണ കേട്ടൊന്നും അയാളെ വിളിക്കാൻ നിൽക്കണ്ടാട്ടാ. അല്ല, അങ്ങനെ വിളിച്ച് പറഞ്ഞാലൊന്നും അമ്മാവൻ കേൾക്കൂലെന്നേ. പെട്ടെന്ന് അരിശം കയറി അയാൾ രജിസ്റ്റർ ചെയ്ത് കളഞ്ഞാലാ? അല്ല, പുള്ളിക്ക് എന്തിനിപ്പോ ഇത്ര പേരത്തെ കാശിന്റെ ആവശ്യം? അല്ല, അമ്മാവനത് എനിക്ക് തരാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അമ്മാവ് ഇത്ര പെട്ടെന്ന് വെക്കാൻ വേറെ ആരെങ്കിലും അമ്മാവന്റെ പിന്നിൽ കയറി തിരിക്കേണ്ടതാണ്. നീ വല്ല മര്യാദയായിട്ട് പറഞ്ഞ അയാളോട്? പക്ഷേ ഞാൻ എന്ത് പറഞ്ഞത്? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാനതിൽ വീട് വെക്കാന്നൊക്കെ സ്വപ്നം കണ്ട് നടന്നായിരുന്നു. ഒരു പണിയായി, പുള്ളീനൊരു മയത്തിൽ നീ ഇവിടെ വിളിച്ചു വരുത്ത്. എന്നിട്ട് കാര്യങ്ങൾ ചോദിക്കാം. അമ്മാവന് എനിക്ക് തരാന്ന് പറഞ്ഞ സ്ഥലമല്ലേ, പിന്നെ പെട്ടെന്ന് കൊടുക്കേണ്ട ആവശ്യം എന്താണ്? ചെറിയ വല്ല പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാന്ന് പറ. അതിന് മുതൽ കളയണ്ടല്ല. അതിനാ പിശാച്ച് പറഞ്ഞാൽ കേൾക്കുമെന്നുള്ളതാണ്. കേൾക്കൂന്ന് അതിൻ്റെ ഒരു സെന്റിമെന്റ്സിൽ നീ ഒന്ന് പിടിച്ച് പറഞ്ഞാൽ മതി. അമ്മാവന് എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ പെട്ടെന്ന് ഇപ്പൊ അങ്ങനെ പറഞ്ഞ എന്തിനാണ്? അന്ന് ആ വില ഞാൻ തരാന്ന് വെറുതെ അടിച്ചേക്കണം. തങ്കത്തിനോടെ കൂട്ടാതെ കൂട്ടിക്കോ. വാ, ചായ കുടിച്ചു പോ. മോനകത്തോട്ടില്ല ചെല്. ഇപ്പൊ എന്ത് ചെയ്യും? സത്യമായിട്ട് അമ്മാവ് അഡ്വാൻസ് വാങ്ങിയോടി? ആന്ന് കനകന്ത ഇപ്പൊ പറഞ്ഞുള്ളൂ. എന്നാലും കനകനോട് അമ്മാവ് ഈ ചതി ചെയ്തല്ലോ. എനിക്ക് സന്തോഷമായിടി. അളിയന് പണി കിട്ടി. എനിക്ക് സന്തോഷമായി. അവൻ അങ്ങനെ തന്നെ വേണോടി. അല്ലേ, അവൻ എന്തായിരുന്നു അവന്റെ അഹങ്കാരം? കണ്ടവരുടെ മുതൽ ആഗ്രഹിക്കുന്നടി, അത് പാടില്ല. എന്ത് കഴിഞ്ഞോന്ന്? അയ്യോ, എനിക്കൊന്ന് ഡാൻസ് കളിച്ച് ഞാൻ എങ്ങനെ ഈ സന്തോഷം ഒന്നും. എനിക്ക് സന്തോഷിച്ചിടാത്ത എന്താണ്? അമ്മാവന്റെ ഈ വസ്തു അടിച്ചു മാറ്റാൻ വേണ്ടി അവൻ കാലിൽ മരുന്നിട്ട് കുറെ നടന്നതല്ലേ, അങ്ങനെ തന്നെ വേണം. ഈ സ്ഥലം വിറ്റുപോയതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ലാഭം? എനിക്ക് ലാഭമില്ലെങ്കിൽ എന്താടി? അവനത് കിട്ടിയില്ലല്ലോ. നിങ്ങൾക്ക് വല്ല നഷ്ടമുണ്ടോ? എന്ത് നഷ്ടം? അവനല്ലയോ? പക്ഷെ എനിക്ക് നല്ല നഷ്ടമുണ്ട്. നിനക്കെന്തൊരു നഷ്ടം? ക്ലീറ്റോ, ഈ 12 സെന്റ് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അമ്മാവന്റെ കയ്യിൽ എന്താ ഉള്ളത്? അമ്മാവൻ ആ വസ്തു വിറ്റന്റെ പൈസ ഉണ്ടാവുമല്ലോ. ക്ലീറ്റോ, സ്വത്ത് എന്താ ഉള്ളേന്ന്? സ്വത്ത് പിന്നെ നമുക്ക് തരാന്ന് പറഞ്ഞാൽ വീടും തറവാടും ആണല്ലോ. അത് പിന്നെ നമുക്ക് കിട്ടുവോ? പിന്നെ നമുക്ക് കിട്ടാതെ കിട്ടും, നോക്കിയിരുന്നോ. കനകനൊന്നും കൊടുത്തിട്ടില്ല, അപ്പൊ നമുക്ക് മാത്രമായിട്ട് 20 സെന്റ് വിധിച്ചു തരുമോ? എടി, കനകന് കൊടുക്കാന്ന് പറഞ്ഞാണല്ലോ അമ്മാവൻ വിറ്റത്. അത് വിറ്റ് പോയില്ലേ?
ക്ലീറ്റോ അവൻ എന്തായാലും ആ സ്ഥലം കിട്ടിയില്ലല്ലോ. അപ്പൊ അമ്മാവൻ ഈ 20 സെന്റ് രണ്ടായിട്ട് അങ്ങ് ഭാഗിക്കും. എന്നിട്ട് അവന് വീടും പുരയിടവും കിട്ടും, നമുക്ക് കുറച്ച് ചതുപ്പ് നിലവും കിട്ടും. അതാണ് ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത്. അതൊക്കെ അമ്മാവന്റെ കൈ ഇരിക്കുള്ളൂ. കനകന്റെ അടുത്ത് തണ്ടിത്തരം കാണിച്ചോളൂ, എന്റെ അടുത്താന്ന് കാണിക്കാന്ന് വിചാരിക്കണ്ട. നടക്കൂല, നടക്കും. ഞാൻ സമ്മതിക്കൂല. സമ്മതിക്കാതിട്ട് എന്താ കാര്യം? അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഈ 12 സെന്റ് സ്ഥലം അവന് കിട്ടണം. ഇതിപ്പം അവന് കിട്ടാന്ന് പറഞ്ഞാൽ അമ്മാവൻ വേറെ കച്ചവടമാക്കി അഡ്വാൻസ് വാങ്ങിയല്ലേ? അതെനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ആ കച്ചവടം നടക്കരുത്. അയ്യോ അയ്യോ എന്ന് പറഞ്ഞാൽ കല്യാണം തലേന്ന് കല്യാണം മുടങ്ങണം, പിന്നെയാണ് ഒരു സ്ഥല കച്ചവടം മുടക്കാൻ പാട്. അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം ഞാൻ മുടക്കും. ആ അല്ല, ഈ വസ്തു കച്ചവടം ഞാൻ മുടക്കും. അങ്ങനെ വല്ലതും ആലോചിക്കുക. ഷെടാ അമ്മാവാ, എന്നാലും ഈ വൃത്തിയോട് കനകൻ്റെ അടുത്ത് കാണിച്ചല്ലോ. വിശ്വസിക്കാൻ പറ്റില്ല, ഇത് എന്നോടും കാണിക്കും. മുടക്കിയേ പറ്റും.